കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ട് നല്ലോണം കഴുകി കൊണ്ടുവരാം. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ സാധാരണ റവ, 1/2 കപ്പ് പാല് ചേർത്ത് ഒന്ന് കുതിർത്തി വെക്കും. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് നല്ലോണം മുരിപ്പിച്ചെടുക്കും. നാളികേരക്കൊത്ത് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. 1/2 കപ്പ് ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉരുക്കിയെടുക്കാം. കുതിർത്തി വെച്ചേക്കണം സൂചി ഗോതമ്പ് റവയും ചേർത്ത് കൊടുക്കാം. ഇനി പാലോ വെള്ളം ഒന്നും ചേർക്കണ്ട. തിക്കാവുമ്പോഴേക്കും തന്നെ സൂചി ഗോതമ്പ് വെന്ത് കിട്ടിക്കോളും. ഇത്രയ്ക്ക് തിക്കായതിന്റെ ശേഷം വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാൻ. 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്, നമ്മൾ വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പിന്റെയും നാളികേരക്കൊത്തും ചേർക്കാം. 2 ടീസ്പൂൺ നെയ്യ്. എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് നല്ലോണം പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ട് ഈ സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മിക്സ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് ഇല എടുത്ത് നെയ്യ് പരത്തി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചേക്കണം. മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം. അടക്കി പരത്തണ പോലെ പരത്തിയെടുക്കാം. മടക്കിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം വേവാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇലയിൽ നിന്ന് വിരിയും. ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ